പറഞ്ഞത് സിനിമാക്കാർക്കും വ്ളോഗർമാരെ പറഞ്ഞത് വ്ളോഗർമാർക്കും ഇഷ്ടപ്പെട്ടില്ല. അത്രേ ഉള്ളൂ. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതിലെപ്പോഴും പറയുന്ന ഒരു കാര്യം, പ്രേക്ഷകർക്ക് അവർ കണ്ട ഒരു സാധനം നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനുള്ള 100% അധികാരമുണ്ട്. അവർക്കത് പറയാം. പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അവരെപ്പോഴും പറയുന്ന ഉദാഹരണം, ഞങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കിത് പറയാനുള്ള അധികാരമുണ്ടല്ലോ, ഉണ്ട്. പക്ഷെ പ്രതിഫലമായി പണം പറ്റിക്കൊണ്ട് നിങ്ങളൊരു ഫുഡ് ഇൻസ്പെക്ടറുടെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ PSC പറയുന്ന വിദ്യാഭ്യാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഫുഡ് ഇൻസ്പെക്ടർ ആകും. ചിലർ സിനിമയെ നെറ്റിലൂടെയോ അല്ലാതെയോ ഒക്കെ വിമർശിച്ച് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. നല്ല പണം. ഒരു കോളേജ് ലെക്ചർ ഉണ്ടാക്കാവുന്ന പണത്തിൽ കൂടുതൽ ഇവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അതിന് പണം ഉണ്ടാകുന്നതുകൊണ്ടാണ് അവർ സിനിമയെ തന്നെ വിമർശിക്കുന്നത്. ഈ ബുക്കിനെയോ ഈ ആഴ്ച നടന്ന റേഡിയോ നാടകത്തിനെയോ കഴിഞ്ഞ ആഴ്ച കലാമണ്ഡലത്തിൽ നടന്ന കഥകളിയെയോ ഒന്നും ഈ വിമർശനക്കാർ എന്തുകൊണ്ട് പിടിക്കാത്തത്? അവർക്കും വേണ്ടത് റീച്ചാണ്. അത് അവർ അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ അതൊരു വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾ, ഞാനൊരു വെറും പ്രേക്ഷകനാണ്, എനിക്കിതിന്റെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയാതെ, അത് പ്രൊഫഷണലി സമീപിക്കുന്നയാൾ അതിനെ പ്രൊഫഷണലായിട്ട് തന്നെ സമീപിക്കണം. അല്ലാത്ത ആൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അധികാരമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.